Hi friends, so finally Pollution Control Board in syllabus published ആയിട്ടുണ്ട്. So ഇത്ര നാളും syllabus ഇല്ലാത്തതുകൊണ്ട് തന്നെ എക്സാം കുറച്ച് പോസ്റ്റ്പോണ്ട് ആയി, കുറച്ച് ഡിലേ ആയി. അപ്പോൾ ഇത് സിലബസ് വന്നുകൊണ്ട് തന്നെ ഇനിയിപ്പം എക്സാം പെട്ടെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം ഇപ്പം വന്ന സിലബസ് എങ്ങനെയാണെന്നുള്ളത്. 5 മൊഡ്യൂൾസ് ആയിട്ടാണ് സിലബസ് തിരിച്ചിരിക്കുന്നത്. അപ്പം മൊഡ്യൂൾസും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ മൊഡ്യൂളും പറയുന്നുണ്ട് എങ്ങനെയാണെന്ന്. അപ്പം ഇവിടെ 10 മാർക്കിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ മാത്സ് ആണ്, എഞ്ചിനീയറിംഗ് മാത്സ് ആണ്. മൊഡ്യൂൾ 2ഉം മൊഡ്യൂൾ 3ഉം സിവിൽ എഞ്ചിനീയറിംഗ് നമ്മൾ യൂഷ്വലി കൺവെൻഷനലായിട്ട് പഠിക്കുന്ന ടോപ്പിക്സ് ആണ്. മൊഡ്യൂൾ 4 ഇത് നമ്മൾ നേരത്തെ ഒന്ന് പ്രഡിക്ഷൻ ചെയ്തായിരുന്നു. അതായത് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് വരുമെന്നുള്ളൊരു കാര്യം നേരത്തെ നമ്മൾ പ്രതീക്ഷയായിരുന്നു. എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്, ഫ്ലൂയിഡ് മെക്കാനിക്സും കെമിക്കൽ എഞ്ചിനീയറിംഗും കുറച്ചുകൂടെ ഡെപ്ത് ആയിട്ട് വരുമെന്ന് പ്രതീക്ഷയായിരുന്നു. കാരണം കെമിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനും ഈ ഒരു എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ മൊഡ്യൂൾ 5 കെമിക്കൽ എഞ്ചിനീയറിംഗ് തന്നെയാണ്. 25 മാർക്കാണ് കെമിക്കൽ എഞ്ചിനീയറിംഗിന് വരുന്നത്. അപ്പം നോക്കിയേ, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് നമ്മൾ പഠിക്കുന്ന കൺവെൻഷണൽ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൻ്റെ കൂടെ എക്സ്ട്രാ ടോപ്പിക്സും കൂടെ വന്നിട്ടുണ്ട്. അതൊക്കെ പ്രെഡിക്റ്റഡ്, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അങ്ങനെയൊക്കെ തന്നെ വരുമെന്ന്. എന്തായാലും അത് വന്നിട്ട് മാത്സ് ആണ് ഒരു സർപ്രൈസ് ആയിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ മാത്സിൽ നമ്മൾ പോളി ലെക്ചറും അസിസ്റ്റന്റ് പ്രൊഫസറിനൊക്കെ മാത്സ് വരുന്നുണ്ട്. നമ്മൾ അത് വന്നുകൊണ്ട് പെട്ടെന്ന് ഞെട്ടാനൊന്നുമില്ല. പിന്നെ നമ്മൾ യൂഷ്വലി സിലബസിനകത്ത് അത് എക്സ്പെക്റ്റ് ചെയ്യാത്തതുകൊണ്ട് ഉള്ളൊരു സർപ്രൈസാണ്. പക്ഷേ ഞാനത് പറഞ്ഞുതരാം, എല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ഡിസ്കസ് ചെയ്യാം. ഇവിടെ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിങ്ങും കെമിക്കൽ എഞ്ചിനീയറിംഗ് കൂടെ കൂട്ടുമ്പോൾ ഏകദേശം 60 മാർക്സ് ആണ് വരുന്നത്. സോ 60% ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 60% ഷെയർ ആണ് മൊഡ്യൂൾ 4 മൊഡ്യൂൾ 5 കൂടെ വരുന്നത്. ഓക്കെ, അപ്പം അത് മനസ്സിലാക്കുക. 60%, ഒരു എക്സാമിൻ്റെ 60%വും ഈ 2 മൊഡ്യൂൾസാണ്. അപ്പം നിങ്ങൾക്ക് പ്രിപ്പറേഷൻ എവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് ഇവിടുന്ന് തന്നെ മനസ്സിലാവും. പാരലി മാത്സും കൂടെ കൊണ്ടുപോകാം. ഓക്കെ, അതിൻ്റെ സിലബസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. മൊഡ്യൂൾ 2ഉം മൊഡ്യൂൾ 3ഉം നിങ്ങൾ യൂഷ്വലി നമ്മൾ എയ്ക്ക് പഠിക്കുന്ന സിലബസ് തന്നെയാണ്, യൂഷ്വൽ കൺവെൻഷണൽ ടോപ്പിക്സ് തന്നെയാണ്. അപ്പം നമുക്ക് ആദ്യം മൊഡ്യൂൾ 1 തന്നെ കൊടുക്കാം. മാത്സ് ആണ്, എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്. നമ്മൾ ബിടെക് ഫസ്റ്റ് ഇയറിലും S1 S2 S3 ഒക്കെ പഠിക്കുന്ന മാത്സ് ഉണ്ടല്ലോ ബേസിക്. അതിനകത്ത് നിന്ന് അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്, ടോപ്പിക്സ് സെലക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം മാത്സ് നിങ്ങൾ അധികം പേടിക്കണ്ട, അങ്ങനെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഗേറ്റ് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ഒന്നും വരത്തില്ല. ഗേറ്റ് 1 മാർക്കിൻ്റെ അത്രയും പഠിച്ചാൽ മതി. ആക്ച്വലി യൂട്യൂബിൽ ഒരുപാട് ചാനൽസ് ഉണ്ട്. കാരണം ഇത് K2വിനൊക്കെ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് വരുന്ന ടോപ്പിക്സ് അല്ലേ. അപ്പം ബേസിക്കലി ഈവൻ മലയാളത്തിൽ തന്നെ സിമ്പിളായിട്ട് ടീച്ചേഴ്സ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പം അത് നോക്കി പഠിക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾ പാനിക് ആവേണ്ട ആവശ്യമില്ല. പിന്നെ യൂണിവേഴ്സിറ്റിക്ക് പഠിച്ച പോലെ essay ടൈപ്പ് ഒന്നും നിങ്ങൾ പഠിക്കേണ്ട, ഒരുപാട് സോൾവ് ചെയ്ത് അങ്ങനത്തെ ഒന്നുമില്ല. സിമ്പിളായിട്ട് ആ കൺസെപ്റ്റ് മനസ്സിലാക്കുക. അത് ചെറിയ ചെറിയ ന്യൂമറിക്കൽസ്, 1 മാർക്കിന് ചോദിക്കാൻ പറ്റിയ ന്യൂമറിക്കൽസ് എങ്ങനെയാണെന്ന് പഠിച്ചാൽ മതി. ഞാൻ പറ്റുമെന്ന് നോക്കട്ടെ, നിങ്ങൾ പഠിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ടഫ് ആണെങ്കിൽ നമ്മൾ LTQ കോഴ്സ് ചെയ്യുന്നുണ്ടല്ലോ, ലേൺ ത്രൂ ക്വസ്റ്റ്യൻസ് കോഴ്സ്. നമ്മൾ മാർച്ച് 12 റിലീസ് ചെയ്യുന്നുണ്ട്. ഫുൾ സിലബസ് കോഴ്സിനകത്തും നിങ്ങൾക്ക് ടഫ് ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ 2-3 സെഷൻസ് സിമ്പിളായിട്ട് എടുത്തു തരാം. പക്ഷേ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. കാരണം പെട്ടെന്ന് ഇങ്ങനെ ഒരു സെഷൻ കൂടെ എടുക്കാൻ പറയുമ്പോൾ നമ്മുടെ ഷെഡ്യൂളെല്ലാം തെറ്റും. എന്തായാലും നിങ്ങൾ നോക്ക്, എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ LTQ കോഴ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. LTQ കോഴ്സ് മാർച്ച് 12 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. LTQ കോഴ്സ് എന്താണെന്ന് വെച്ചാൽ ലേൺ ത്രൂ ക്വസ്റ്റ്യൻസ്. അതായത് നമ്മൾ നേരത്തെ നമ്മുടെ പോസ്റ്ററിലൊക്കെ പറഞ്ഞായിരുന്നു, അതായത് ബിഗിനേഴ്സ് അല്ലാത്ത ഓൾറെഡി പഠിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അതായത് ഓൾറെഡി തിയറി നോളജ് ഉള്ളവർക്ക് നമ്മൾ ഫുൾ ക്വസ്റ്റ്യൻസ് വീഡിയോയിൽ സോൾവ് ചെയ്തിട്ട് തരും. അപ്പോൾ അപ്പം സിവിൽ അല്ലാതെ തന്നെ ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ മാത്സും ഒക്കെ കയറി വരുന്നുണ്ട്, മാത്സ് മെക്കാനിക്കലൊക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഡെമോ വീഡിയോസിലൊക്കെ നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് മാത്സിൻ്റെ കാര്യം. അധികം പാനിക്കൊന്നും ആവേണ്ട, ഒരുപാട് ഫ്രീ വീഡിയോസൊക്കെ അവൈലബിൾ ആണ് യൂട്യൂബിൽ. എല്ലാം കറക്റ്റ് നിങ്ങൾ ജസ്റ്റ് ഇത് അടിച്ചു കൊടുത്താൽ മതി. ഓരോ ടോപ്പിക്സും ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് അവൈലബിൾ ആണ്, മലയാളത്തിൽ തന്നെ അവൈലബിൾ ആണ്. കാരണം ബാക്കിയുള്ള വീഡിയോസൊക്കെ നമ്മൾ പറയുമ്പോൾ ഹിന്ദിയിലൊക്കെ ആയിരിക്കും, അപ്പോൾ പലർക്കും അത് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റി ഉണ്ടായതുകൊണ്ട് തന്നെ ഈ പോർഷൻസ് എല്ലാം മലയാളത്തിൽ തന്നെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മൊഡ്യൂൾ 2ഉം മൊഡ്യൂൾ 3ഉം നമ്മൾ യൂഷ്വലി പഠിക്കുന്ന ടോപ്പിക്സ് തന്നെയാണ്. ഇപ്പോൾ മൊഡ്യൂൾ 2വിനകത്ത് സ്ട്രക്ചേഴ്സ് ആണ് കൂടുതൽ വരുന്നത്. മെക്കാനിക്സിനകത്ത് തന്നെ സ്ട്രെങ്തോമെറ്റീരിയൽസ് വരുന്നുണ്ട്, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് വരുന്നുണ്ട്, സ്ട്രക്ചർ അനാലിസിസ് വരുന്നുണ്ട്. പിന്നെ RCC സ്റ്റീൽ ഡിസൈനൊക്കെ നമ്മൾ യൂഷ്വലി പഠിക്കുന്നതാണ്. BMC CPM ആൻഡ് എസ്റ്റിമേഷൻ യൂഷ്വലി പഠിക്കുന്ന ടോപ്പിക്സ് ആണ്. പിന്നെ അടുത്ത മൊഡ്യൂൾ ആണെങ്കിലും എപ്പോഴും നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്നതാണ്. ഇച്ചിരി കോർ സബ്ജക്റ്റ് ആണിത്, എന്നാലും അതിൻ്റെ ഷെയർ 15 മാർക്ക് തന്നെയാണ്. അതാണ് വ്യത്യാസം. മൊഡ്യൂൾ 2 മൊഡ്യൂൾ 3 ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഷെയർ 15 വെച്ചാണ്. ഓക്കെ, അപ്പോൾ ഈക്വൽ
ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ മതി. എന്തെങ്കിലും ഇപ്പം FM ഉണ്ടെങ്കിൽ പോലും അവർ ഈ അത്രയും മാർക്സേ ചോദിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഷെയറിൽ പഠിക്കുക. അപ്പോൾ കാരണം ടൈം ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണല്ലോ. അപ്പം കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന അല്ലെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ വരുന്നിടത്ത് കൂടുതൽ ടൈം അലോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ FM ഇതിൻ്റെ കൂടെ തന്നെ വന്നുകൊണ്ട് ഈ സബ്ജക്ട്സിന് കൊടുക്കുന്ന പ്രാധാന്യം തന്നെ അതിന് കൊടുത്താലും മതി. ഓക്കെ, എക്സ്ട്രാ ആയിട്ട് സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത് ഓഫ് കോഴ്സ് ഇതിലാണ് 35 മാർക്ക് വരുന്ന എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിലാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. വാട്ടർ സപ്ലൈ ആൻഡ് വേസ്റ്റ് വാട്ടർ ഇത് രണ്ട് നമ്മൾ കൺവെൻഷനലി പഠിക്കുന്നതാണ്. പൊല്യൂഷൻ നമ്മൾ പഠിക്കുന്നത്, സോളിഡ് വേസ്റ്റ് നമ്മൾ യൂഷ്വലി പഠിക്കുന്നതാണ്. അല്ലാത്തതൊക്കെയാണ് പുതിയ ടോപ്പിക്സ് ആയിട്ട് വരുന്നത്. കാരണം ഇത് ഈ എൻവയോൺമെൻറ്റൽ MTech എടുക്കുന്നവർക്ക് സ്പെഷ്യൽ ഒരു കൺസിഡറേഷൻ കൊടുത്തിട്ടാണ് അവരുടെ സിലബസിലും കൂടെ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു കുറച്ചുകൂടി ഡീപ്പറായിട്ട്, അതുപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡല്ലേ, അപ്പോൾ അവർക്ക് ജോബ് പ്രൊഫൈൽ നോക്കുമ്പോഴും നമുക്ക് കൂടുതൽ എൻവയോൺമെൻറ്റൽ നോളജ് വേണം. അതുകൊണ്ടാണ് ഒബ്വിയസ്ലി എൻവയോൺമെൻറ്റൽ ടോപ്പിക്സ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻക്ലൂഡ് ആക്കിയിരിക്കുന്നത്. പിന്നെ മൊഡ്യൂൾ 5 കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അതിൻ്റെ മാർക്ക് ഷെയർ നോക്കുക, 25 മാർക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവസാനത്തെ 2 മൊഡ്യൂൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. പാരലി അതിൻ്റെ കൂടെ ടൈം കിട്ടുമ്പോൾ മറ്റൊന്നും കൂടെ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പം ഫസ്റ്റ് ഈ 60% ടോപ്പിക്സ് 60+ മാത്സും കൂടെ ആകുമ്പോൾ 70% ആയി. അപ്പോൾ 70-30%. അപ്പോൾ അതിൻ്റെ ഒരു കട്ട് ഓഫ് നോക്കി 70-30 ആയി. അപ്പം പറഞ്ഞാൽ പ്യുവർ സിവിൽ എന്ന് പറയുമ്പോൾ എൻവയോൺമെൻറ്റ് മാറ്റി തിരിച്ചാൽ ബാക്കി പ്യുവർ സിവിൽ 30% ഉള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യുക. എപ്പോഴും ബ്രില്യൻ്റ് ആയിട്ട് കണ്ണിങ് ആയിട്ട് പഠിക്കുക. എന്നാലും നമ്മൾ സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്താലേ നമുക്ക് മറ്റുള്ളവരെ കാട്ടി മുമ്പിലെത്താൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഇങ്ങനെ ഈ ഒരു റേഷ്യോ എപ്പോഴും മനസ്സിൽ വെച്ചേക്കുക. അപ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് സ്ട്രെസ്സ് കൊടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പം കെമിക്കൽ എഞ്ചിനീയറിംഗ് ഓൾറെഡി നമ്മുടെ 2 ഫാക്കൽറ്റീസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി കെമിക്കൽ എഞ്ചിനീയറിംഗ് ആപ്പിനകത്ത് ഇട്ടായിരുന്നു. ഈ മൊഡ്യൂൾസിൻ്റെ ഡിസ്കഷൻ വേറൊരു വീഡിയോ നമ്മുടെ ഫാക്കൽറ്റി എന്നെ പഠിപ്പിക്കും. ഓൾറെഡി ഇതിൻ്റെ കോഴ്സ് നമ്മൾ ആപ്പിനകത്ത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് CRE ഓൾറെഡി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി കേരള വാട്ടർ അതോറിറ്റിനും കെമിക്കൽ വേണം. അപ്പോൾ കെമിക്കൽ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല. അപ്പം അതിന് നോട്ടിഫിക്കേഷൻ ഉടനെ വരും. അത് മാസ് റിക്രൂട്ട്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ കെമിക്കൽ ആ സിലബസ് വെച്ചിട്ടായിരുന്നു ഇത്രയും നാളും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയ സിലബസ് വന്നുകൊണ്ട് നമ്മൾ ഇതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ CRE ഓൾറെഡി എടുത്തിട്ടുണ്ട്. ബാക്കി ഇപ്പം എടുക്കാൻ പോവുകയാണ്. ഒരു മെയ് ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേനും പോർഷൻ തീർക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അവർ 2 പേരും നിങ്ങളെ അത് പഠിപ്പിക്കും, കെമിക്കൽ ഫാക്കൽറ്റി. അതിനകത്ത് ഒരു സാറ് നമുക്ക് യൂട്യൂബിൽ വീഡിയോ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഫണ്ടമെൻ്റലായി ഇതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ സാറ് പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബേസിക്കലി PCBയുടെ ഒരു സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രാറ്റജി നിങ്ങൾക്ക് ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കണ്ടാൽ തന്നെ അറിയാം എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ 2 കോഴ്സുകൾ റിലീസ് ചെയ്യുന്നുണ്ട്. AEയുടെ ഫുൾ സിലബസ് കോഴ്സും ഇപ്പം 2 ദിവസത്തിനകം സ്റ്റാർട്ട് ചെയ്യും. അത് ഓൾറെഡി എൻ്റെ ഓറിയൻറ്റേഷൻ ക്ലാസ്സും ഡെമോ ക്ലാസ്സൊക്കെ നമ്മൾ ആപ്പിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ LTQ കോഴ്സും. അപ്പോൾ ഈ 2 കോഴ്സിൻ്റെ ഡെമോ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഏതാണ് ആവശ്യം, ഇത് ഓരോരുത്തർക്കും ഓരോ നോളജ് ലെവലാണ്. ചിലർ ബിഗിനേഴ്സ് ആയിരിക്കും, ചിലർ ഓൾറെഡി കുറേ എക്സാംസ് എഴുതിയവരായിരിക്കും, ചിലർ കുറച്ച് നോളജൊക്കെ ഉള്ളവരായിരിക്കും. അപ്പം നിങ്ങൾ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ആവശ്യം, വാട്ട് യു റിക്വയർ, അത് നിങ്ങൾ നോട്ട് ചെയ്യും. പിന്നെ LTQ കോഴ്സിനകത്ത് നമ്മൾ മോക്ക് ടെസ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാത്സിൻ്റെ ഒക്കെ മോക്ക് ടെസ്റ്റ് അതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഫുൾ സിലബസ് കോഴ്സ് എൻറോൾ ചെയ്യുന്നവർക്ക് ഒരു ഹ്യൂജ് ഡിസ്കൗണ്ട് തന്നെ തരാം. LTQ കോഴ്സും കൂടെ വേണമെങ്കിൽ കുഴപ്പമില്ല, പറഞ്ഞാൽ മതി. കോഴ്സ് കാരണം കോഴ്സ് എടുത്തവരാണല്ലോ നമ്മുടെ ആ ഒരു ഫുൾ കോഴ്സ് ബണ്ടിൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് LTQയും കൂടെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഒരു ഹ്യൂജ് ഡിസ്കൗണ്ട് തരാം, നല്ലൊരു ഡിസ്കൗണ്ട് തരാം. ഓക്കെ, അത് നിങ്ങൾ പറഞ്ഞാൽ മതി. ആപ്പിനകത്ത് നമുക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റില്ല. വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് അറിയാമല്ലോ, വാട്സാപ്പ് നമ്പർ 7510805787. അപ്പോൾ ഇതിലോട്ട് വാട്സാപ്പ് ഇട്ടാൽ മതി. എന്താവശ്യം ഉണ്ടെങ്കിലും വാട്സാപ്പ് ചെയ്താൽ മതി, നമ്മൾ റിപ്ലൈ ചെയ്തിരിക്കും. ഓക്കെ, എന്താവശ്യം ഉണ്ടെങ്കിലും, കോഴ്സ് റിലേറ്റഡ് ഡൗട്ട് ആണെങ്കിലും ടെക്നിക്കൽ ഡൗട്ട്സ് ആണെങ്കിലും എന്താണെങ്കിലും പേഴ്സണൽ ഗൈഡൻസ് വേണമെങ്കിലും ഈ നമ്പറിലോട്ട് ഇട്ടാൽ മതി. കാരണം നമ്മുടെ അക്കാഡമി ഈ വാട്സാപ്പ് നമ്പറിലാണ്, നിങ്ങൾക്ക് നേരിട്ട് റീച്ച് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി വീഡിയോസൊക്കെ വരുന്നുണ്ട്, ബാക്കി നമ്മൾ കോഴ്സിൻ്റെ വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നേരിട്ട് നമ്മളോട് ഡീൽ ചെയ്താൽ മതി കേട്ടോ, നേരിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഒരു ഗവൺമെൻറ് ജോലി കിട്ടട്ടെ. താങ്ക് യു.